ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ പെറ്റൂണിയനെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്ലാന്റ് ആണെന്ന്. അതിപ്പോൾ സത്യമായത് കണ്ടോ? ഇന്നലെ വരെ നന്നായിട്ട് നിന്ന പ്ലാന്റ് ആണ്. ഇന്ന് നോക്കുമ്പോൾ ഇതുപോലെ ആയി നിൽക്കുകയാണ്. അത്യാവശ്യത്തിന് വെള്ളം നനവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചോളുക, ആ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് കട്ടിങ്സൊക്കെ എടുത്ത് വെച്ച് ഒന്ന് പിടിപ്പിക്കുക കേട്ടോ. ഇതുപോലെ നിന്ന പ്ലാന്റ് തന്നെയാണ് ഇതും. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഇല്ലാണ്ടായി പോയി. അങ്ങനെ ഒരു കുറച്ചധികം പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ മിസ്സായിട്ടുണ്ട്. നമ്മുടെ ഐവറിയുടെയൊക്കെ പെറ്റൂണിയ കേട്ടോ. നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി തന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ വന്നിട്ട് നമ്മുടെ മിനിയേച്ചറിൻ്റെ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മളിപ്പോൾ ചെറിയ രീതിയിലൊരു സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കട്ടിങ്സിനെ എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാന്റ് നന്നായിട്ട് ബുഷായിട്ട് വരണമെങ്കിൽ നന്നായിട്ട് പിൻ ചെയ്ത് വിട്ടുകൊണ്ടേയിരിക്കുക കേട്ടോ. നമ്മുടെ ഇത് ടൈഡൽ വേവിൻ്റെ റെഡ് പെറ്റൂണിയാണ് കേട്ടോ. ഇത് വച്ചിട്ട് അധികം സമയമായിട്ടില്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടിങ്ങനെ ഏകദേശം കവർ ആയ രീതിയിലാണ് പ്ലാന്റ് നിൽക്കുന്നത്. ഇതുവരെയ്ക്കും ഇതിനെ ഞാൻ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വിട്ടിട്ടില്ല കേട്ടോ. പ്ലാന്റിനെ ഇതുപോലെ പിൻ ചെയ്താണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പണിപ്പുരയിലെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ബക്കറ്റുണ്ട്, കപ്പുണ്ട്, എല്ലാ സംഭവങ്ങളും അങ്ങനെ നിരനിരയായി ഇരിപ്പുണ്ട് കേട്ടോ. ഇതിലൊക്കെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന പോട്ടുകളും ഒക്കെയാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ള പോട്ടുകളാണ് കേട്ടോ അതൊക്കെ. പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഇതുപോലെ നല്ല ഗ്രീൻ കളറിൽ ലീഫ് ഉണ്ടാവുകയെ, എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ലീഫ് ഞാൻ കാണുകയാണെങ്കിൽ അപ്പോഴേ തന്നെ ഞാനതെല്ലാം റിമൂവ് ചെയ്ത് കളയാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ഐവറിയുടെ പെറ്റൂണിയാണ് കേട്ടോ. ഇതും വെച്ചിട്ട് ഒത്തിരി നാളായില്ല, പക്ഷെ നല്ല ഗ്രോത്ത് ഉണ്ട് ഈ ഒരു പ്ലാന്റിനൊക്കെ. പെറ്റൂണിയ കൈവശം വയ്ക്കുന്നത് ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി വെച്ചിരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഇന്ന് ഓക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് നാളെ ആകുമ്പോൾ ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ഡബിൾ പെറ്റൽസ് കിട്ടിയിട്ടൊരു കുറച്ച് നാളായി ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത്. പിന്നെ ഈ ഒരു പ്ലാന്റിന് ഒരു ചെറിയ വാട്ടം തോന്നുന്നുണ്ട്. നമ്മൾ പ്ലാന്റിനെ വളർത്തി ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു ചെറിയ തളർച്ച കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോണം പ്ലാന്റിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന്. ഈ ഒരു പ്ലാന്റ് പോകാൻ ചാൻസ് ഉണ്ട്. അത് റെഡാണ് കേട്ടോ, റെഡിൻ്റെ പ്ലാന്റാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ കാലിബ്രസ് യെല്ലോയാണ്. അത്യാവശ്യം സീഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. എനിക്കിതിൻ്റെ പ്ലാന്റ് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ സീഡ് ജെർമിനേഷൻ അറിയാത്തത് കൊണ്ട് എൻ്റെ നിന്ന് ആ പ്ലാന്റ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെയും കയ്യിലെത്തിയിട്ടുണ്ട് ആ ഒരു പ്ലാന്റൊക്കെ. പിന്നെ ഒത്തിരി പേര് സെയിലുണ്ടോ എന്നൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഉടനെ ഒരു സെയിൽ ഉണ്ടാവുമേ. ഇത് നമ്മുടെ ഒരു ബ്ലാക്ക് പെറ്റൂണിയാണ്. നമ്മളൊരു കുഞ്ഞ് സീഡ്ലിംഗ് പ്ലാന്റിനെയാണ് ഈ ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ ഒരു പോട്ടിലേക്ക് പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചധികം നമ്മൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു രീതിക്ക് പ്ലാന്റിനെ ആക്കിക്കൊണ്ട് വരുന്നത്. നമ്മുടെ വിങ്കാ ചെടികളും മറ്റുമൊക്കെ ഓരോ മൂലയിലേക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം വീഡിയോയിലൂടെ പറയാനുള്ളത്, നമ്മളോടിപ്പോൾ ആര് പിണക്കം കാണിച്ചാലും എന്ത് കാണിച്ചാലും നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം ആരെയും കയ്യിൽ കീശയിലെ കാശെടുത്തിട്ടല്ല നമ്മൾ പ്ലാന്റ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ പ്ലാന്റ് വാങ്ങിക്കുന്ന കാര്യം ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടിയും അവരെല്ലാവരെയും അറിയിച്ചിട്ടേ നമുക്കൊരു സാധനം വാങ്ങിക്കാവൂ എന്നൊന്നും എനിക്കില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ആണെങ്കിൽ നമ്മളവിടെ കാണുമ്പോഴും നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അല്ലാണ്ട് ഞാൻ വാങ്ങിച്ചു എന്ന് പെട്ടെന്ന് ഇൻഫോം ചെയ്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സില്ലി കാര്യങ്ങൾക്കൊക്കെ പിണക്കം നടിക്കുന്നവരോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കേട്ടോ. നമ്മുടെ കയ്യിലെ പൈസ കൊടുത്തിട്ടാണ് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത്. അത് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു മുട്ട സൂചി വാങ്ങിക്കുന്നതും കൂടി നമ്മുടെ ഫ്രണ്ട്സിനെ അറിയിച്ചിട്ടേ ചെയ്യാവൂ എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മുടെ കയ്യിൽ ആ ഒരു പ്ലാന്റ് നിന്നിട്ട് നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി അതൊരുവിധം ഓക്കെ ആയി സെറ്റായി വന്നിട്ട് കാണിക്കുന്നതാണ് എനിക്കും കൂടുതൽ താല്പര്യമുള്ളത്. അപ്പോൾ അത് ഞാൻ എടുത്തു പറയുന്നൊരു കാര്യമാണ് കേട്ടോ.
ആരെയും കയ്യിൽ കീശയിൽ പൈസ എടുത്തിട്ടല്ല ഞാൻ എൻ്റെ പ്ലാന്റ്സ് വാങ്ങിക്കുന്നത്. ഈവൻ എനിക്കത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വായിൽ നിന്നാണ് അങ്ങനെ കേൾക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഞാനത് എഗ്രി ചെയ്യും. കാരണം പുള്ളിക്കാരൻ്റെ പൈസയിലാണ് നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കതൊക്കെ ഓക്കെ ആയിരിക്കുമേ. അല്ലാണ്ട് ഈ സില്ലി കാര്യത്തിനൊക്കെ നമ്മളോട് പിണക്കം നടിക്കുന്നവരോട് എനിക്ക് വെറും പുച്ഛമാണ് കേട്ടോ. ഒരു പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോൾ കോളേജിൽ പഠിക്കുന്നൊരു ലെക്ചറിനെ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പിണക്കമുള്ളവരൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം നമുക്ക് അവരെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനില്ല, അവർക്ക് നമ്മളെ കൊണ്ടും വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനില്ല കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഈ കണ്ടൻറ്റ് കാര്യങ്ങൾ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ എനിക്ക് പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്ത് വിടുന്നത്. ഭയങ്കര എനിക്കൊരു ഒരു വല്ലാണ്ടൊരു ഫീലായിട്ടുണ്ട് ചില സമയത്തൊക്കെ. നമ്മുടെ ഏതാണ്ട് സിംഗിൾ പെറ്റൽസൊക്കെ ഇതുപോലെയൊക്കെ ആയി നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയ്ക്കിടയിൽ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞൊന്ന് തെന്നി മാറിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ പ്ലാന്റ്സ് നമ്മൾ ആരെയും കളക്ട് ചെയ്ത് കൊണ്ടുവന്നതായാലും നമ്മുടെ കയ്യിലെത്തുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നത്. അത് പിന്നെ നമ്മുടെ കയ്യിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലാന്റ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ആരും ഇങ്ങനെ എൻ്റെ പേര് പറയണേ എന്ന് പറഞ്ഞിട്ട് എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ ഇതുപോലെ വീഡിയോ ഇടുമ്പോൾ എൻ്റെ നിന്ന് വാങ്ങിയതാണ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണേന്നും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ടീംസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരക്കാരെ ഒന്നും ഞാൻ മെൻഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, മെൻഷൻ ചെയ്യത്തുമില്ല കേട്ടോ. പിന്നെ ഏത് വെറൈറ്റി ആയാലും നമ്മുടെ കയ്യിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും വാങ്ങി എന്നുള്ള കാര്യം ഞാൻ റിവീൽ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഞാൻ ഒത്തിരി ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. നമ്മളിങ്ങനെ ഇങ്ങനെ വലിഞ്ഞു കയറിപ്പോയിട്ട് ഇന്നാളുടേതാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ആ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചോദിക്കുമ്പോൾ. നമ്മളെപ്പോലെ എല്ലാവരും ചിന്തിക്കണമെന്നില്ലല്ലോ, എല്ലാവർക്കും ഓരോരോ മൈൻഡും കാര്യങ്ങളും ഒക്കെയാണ്. ചിലർക്ക് പറയാൻ താല്പര്യം ഉണ്ടാവും, ചിലർക്ക് ഒട്ടും പറയാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരുടെയൊക്കെ കണ്ടൻറ്റിൻ്റെ അടിയിൽ പോയിട്ട് ഇന്നാളുടേതാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതെന്തോ വലിയൊരു എല്ലാം അറിയാമെന്നുള്ളൊരു ക്യാരക്ടർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈവൻ ആരെയും കമൻറ്റും ലൈക്സും ഇല്ലെങ്കിൽ കൂടിയും എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യും. ആരെയും കമൻറ്റിനും ലൈക്കിനും വേണ്ടി കാത്തിരിക്കാറില്ല കേട്ടോ. ഇതൊക്കെ വന്നിട്ട് നമ്മുടെ റോസിൻ്റെ പ്ലാന്റ്സൊക്കെയാണ്. ഞാൻ കറണ്ടായിട്ടൊരു പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ പേജിൻ്റെ അപ്ഡേഷൻസൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ റോസ് പ്ലാന്റ്സിനെയൊക്കെ ഇങ്ങനെ കൃത്യമായ രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം. പിന്നെ ഇതിനി പരാതിയും കൊണ്ട് വരുമോയെന്ന് അറിയില്ല. കാരണം ഒത്തിരി കണ്ണുകടിയുള്ള ടീംസുകളുണ്ട്. അത് ആരെയാണ് ഞാൻ പറയുന്നതെന്ന് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇത് വാങ്ങി എന്ന് എനിക്ക് എടുത്ത് പറയേണ്ട ആവശ്യം എനിക്ക് ആരോടും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ പൈസ കൊടുത്ത് പ്ലാന്റ്സ് വാങ്ങിക്കുന്നത്. ഈവൻ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായി പറഞ്ഞു തരാറുണ്ട് എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ള കാര്യം. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ ഇത് വാങ്ങി എന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ഫീൽഡിൽ എല്ലാവരുടെ കയ്യിലുണ്ടാവും ആരും ഇങ്ങനെ ഭയങ്കര പ്രീഷ്യസ് ആയിട്ട് വെക്കുന്ന വെറൈറ്റീസും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് എല്ലാവരും ഓപ്പണപ്പായിട്ട് എല്ലാവരുടെ മുമ്പിലും ഒരു മുഖംമൂടി ഇല്ലാണ്ട് നിൽക്കുന്ന അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇത് നല്ലൊരു ബോണിക്ക എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതെനിക്ക് ഇടുക്കിയിൽ നിന്ന് കിട്ടിയ പ്ലാന്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊരു വാചകം ഞാനിപ്പോൾ ഓർത്ത് പോവുകയാണ് കേട്ടോ. ഭയങ്കര പെർഫെക്റ്റായിട്ട് ഇരിക്കുന്ന ആൾക്കാരിൽ പോലും ഉണ്ടാകും ഒരു നെഗറ്റീവ്. ഈവൻ എന്നിലും ഉണ്ടാവുകയെ. നമ്മുടെ സ്റ്റാറിന റോസൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതിലൊക്കെ കാണിച്ചു പോകുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം വീഡിയോയിൽ ഞാൻ ചെയ്യാവേ. പിന്നെ പിണക്കം നടിച്ചിരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈക്സിനും കമൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നേ ഇല്ലേ.